ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ബീൻസ് വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീൻസ് ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ബീൻസിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2-3 ചെറിയുള്ളി, ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച ശേഷം പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് നിങ്ങൾ ആദ്യം കടുക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബീൻസിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കും ബീൻസ് വെന്ത് വരാനായിട്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം പാത്രം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അവസാനം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.